വെൽക്കം ബാക്ക്. പോയ വാരം പ്രക്ഷേപണം ചെയ്ത പ്രശസ്ത കവിയും പ്രഭാഷകനുമായ മുരുകൻ കാട്ടാക്കടയും മുംബൈ മലയാളികളും തമ്മിലുള്ള സംവാദ പരിപാടിയുടെ അവസാന ഭാഗം കാണാം. ഞാൻ ബാബുരാജ്, സമാജത്തിന്റെ മുൻ സെക്രട്ടറിയാണ്. എനിക്കൊരു ചോദ്യമുള്ളത്, സാറെ കന്നഡ കവിത എഴുതിയ കാലഘട്ടത്തിൽ സാറിന്റെ മനസ്സിലെ വികാരം എന്തായിരുന്നുള്ളതാണ്? 25 വർഷം ആയിപ്പോ കന്നഡയ്ക്ക് 25 വയസ്സ് തികഞ്ഞു. അത് ഞാൻ എൻ്റെ നാട്ടിലെ, എൻ്റെ കൊച്ചു ഗ്രാമത്തിലെ എൻ്റെ വായനശാല ഗംഭീരമായി അത് ആഘോഷിച്ചു. ലോകം മുഴുവനുള്ള മലയാളി അവന്റെ ഹൃദയത്തിൽ അവൻ പറയാൻ വച്ചിരുന്ന കുറച്ച് കാര്യം ആരോ ഒരാൾ പറഞ്ഞിരിക്കുന്നു എന്നൊരു തോന്നൽ ഉണ്ടാക്കാൻ ആ കവിതയ്ക്ക് കഴിഞ്ഞു. നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലം ഇങ്ങനെ ആയാൽ പോരാ എന്നൊരു ചിന്ത നമ്മുടെ എല്ലാം മനസ്സിലുണ്ട്. അപ്പൊ അതിനെ ഒരാൾ ഇങ്ങനെ പറഞ്ഞതുകൊണ്ടുണ്ടായ ഒരു ഇതാണ് അതിനകത്ത് ഉണ്ടാകുന്നത്. 25 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ്. പക്ഷെ ഇപ്പോഴും പല കാര്യങ്ങളും പ്രസക്തമാണ്, ചിലത് പ്രസക്തവുമല്ല. ഉദാഹരണത്തിന്, പൊട്ടിയ താലിച്ചരടുകൾ കാണാം, പൊട്ടാമദ്യ കുപ്പികൾ കാണാം, പലിശ പട്ടിണി പടി കയറുമ്പോൾ പുറകിലെ മാവിൽ കയറുകൾ കാണാം, പറയിലൊരിലയിൽ ഒരൽപ്പം ചോരയിൽ കൂനനുറുമ്പിര തേടൽ കാണാം, മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു, കണ്ണടകൾ വേണം, കണ്ണടകൾ വേണം. വയനാട്ടിലും മറ്റു പ്രദേശങ്ങളിലും കർഷകർ ഇങ്ങനെ നിരന്തരമായി ആത്മഹത്യ ചെയ്യുന്ന ഒരു കാലമായിരുന്നു ഈ കന്നഡ ഇടുന്ന കാലത്ത്. ഇന്ന് അവരെയൊക്കെ അത്ര പ്രസക്തിയില്ല. അപ്പൊ ചില കവിതയ്ക്ക് അങ്ങനെ ഇമ്പാക്റ്റ് ഉണ്ട്. കവിതയ്ക്കൊക്കെ ചില വ്യത്യാസങ്ങൾ വരുത്താൻ പറ്റും കേട്ടോ. പിഞ്ചുമടിക്കുത്തമ്പത് പേർ ചേർന്ന് 20 വെള്ളിക്കാശ് കൊടുത്തിട്ടുഴുതു മറിക്കും കാഴ്ചകൾ കാണാം. ഇന്ന് കേരളത്തിലൊന്നും പറ്റില്ലല്ലോ. ഇന്ന് സ്ത്രീകൾക്ക് ഏറ്റവും നല്ല സുരക്ഷയുള്ളൊരു കാലമായി മാറുന്നുണ്ട്. എന്നാൽ കന്നഡയിലെ പല കാര്യങ്ങൾക്ക് ഇപ്പോഴും പ്രസക്തി ഉണ്ട്. കിളിനാദം ഗതകാലം കനവിൽ നുണയും മൊട്ടക്കുന്നുകൾ കാണാം, കുത്തിപ്പായാൻ മോഹിക്കും പുഴ വറ്റി വരണ്ട് കിടപ്പത് കാണാം, വിളയില്ല തവളപ്പാടില്ല കൂറ്റൻ കുഴികൾ കുപ്പത്തറകൾ. അപ്പൊ കാർഷികമായ തകർച്ചയും അതിൽ നിന്ന് കരകയറാൻ നമ്മൾ നടത്തുന്ന പ്രവർത്തനമല്ലേ, അതായത് വർത്തമാന കാലത്തെ അടയാളപ്പെടുത്തുക എന്നുള്ളതായിരുന്നു ആ കവിത. എന്തായാലും അങ്ങ് ആ ചോദ്യം ചോദിച്ചതിൽ സന്തോഷം. സാറ് കന്നഡ പാടിയ പോലെ തന്നെ നമ്മുടെ കേരളത്തിലെ നദികളെല്ലാം വളരെ മോശമായ അവസ്ഥയിലാണ്. ഈവൻ ഞാൻ കുട്ടനാട്ടുകാരനാണ്. അതുപോലെ ഒരു കുട്ടനാട് അല്ലെങ്കിൽ അതുപോലുള്ള നമ്മുടെ കേരളത്തിലെ ഈ മോശമായിക്കൊണ്ടിരിക്കുന്ന നദികളെ ഒന്ന് ഉത്ഭവിക്കുന്നതിന് വേണ്ടിയിട്ട്, നന്നായി വൃത്തിയാക്കി എടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു രീതിയിലുള്ള ഒരു കവിത പാടിയാൽ അതൊരു നല്ല രീതിയിൽ മാറുമെന്ന് എനിക്കൊരു തോന്നല്. നമ്മൾ അത്രത്തോളം ഒരു ശ്രദ്ധ പല കാര്യങ്ങളിലും വരുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ എന്റെ പക എന്ന കവിത, ദുരമൂത്തു നമ്മൾക്കു പുഴ കറുത്തു, ചതിമൂത്തു നമ്മൾക്കു മല വെളുത്തു, തിരമുത്തമിട്ടൊരു കരിമണൽ തീരത്തു വരയിട്ടു നമ്മൾ പൊതിഞ്ഞെടുത്തു, പകയുണ്ട് ഭൂമിക്ക് പുഴകൾക്ക് മലകൾക്ക് പുക തിന്ന പകലിനും ദ്വേഷമുണ്ട്, പകയുണ്ട് ഭൂമിക്ക് പുഴകൾക്ക് മലകൾക്ക് പുക തിന്ന പകലിനും ദ്വേഷമുണ്ട്, മാനത്തു നോക്കൂ കറുത്തിരിക്കുന്നു കാർമേഘമല്ല കരിമ്പുകച്ചുരുളുകൾ, പൂക്കളെ നോക്കൂ വെളുത്തിരിക്കുന്നു പിച്ചിയല്ല വിഷം തിന്ന തെച്ചി എന്ന് തുടങ്ങുന്ന കവിത. അപ്പൊ എല്ലാ കവികളും എഴുത്തുകാരും എല്ലാം അതിനെക്കുറിച്ച് വളരെ ശ്രദ്ധയോടെ ഇരിക്കുന്നുണ്ട്. അതിന്റെ ഗുണം നമ്മുടെ കേരളത്തിന് പതുക്കെ പതുക്കെ ലഭിക്കുന്നുണ്ടെന്ന് തന്നെയാണ് എൻ്റെ. ഞങ്ങളുടെ സമാജത്തെ സംബന്ധിച്ചിടത്തോളം 4 ടീച്ചർമാരാണ് ഇവിടെ കുട്ടികൾ ക്ലാസ് എടുക്കുന്നത്. ഒരു ക്ലാസ് പോലും അവർ മുടക്കാറില്ല എന്നുള്ളതാണ് മലയാള മിഷന്റെ. തീർച്ചയായിട്ടും ഞങ്ങളുടെ ഓണ പ്രോഗ്രാമും മറ്റ് പ്രോഗ്രാമുകൾ, ഇപ്പൊ അടുത്ത സമയത്തായി ഞങ്ങൾ പാട്ടുത്സവം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ചെയ്യുകയുണ്ടായി. അത് എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയാണ് അത് ചെയ്യുന്നത്. പക്ഷെ അതിലൊരു പ്രത്യേകത ഞങ്ങൾ കണ്ടുവരുന്നത്, നമ്മുടെ ഈ കുട്ടികൾ, മലയാള മിഷന്റെ കുട്ടികൾ മലയാളം പാട്ട് പാടുകയും അതുപോലെ കവിതകൾ ചൊല്ലുകയൊക്കെ ചെയ്യുമ്പോൾ വളരെ അഭിമാനമാണ് തോന്നുന്നത്. സാറിനോട് ചോദിക്കാനുള്ള ചോദ്യം, കുട്ടികൾ കൊഴിഞ്ഞു പോകുന്നതായിട്ട് അല്ലെങ്കിൽ കുറവ് വരുന്നതായിട്ട് തോന്നുന്നുണ്ട്. കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ മലയാള മിഷൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അതിന് കാരണം പറഞ്ഞാൽ ഇവിടുത്തെ സിലബസ് ഒക്കെ നല്ല പഠിച്ച് അതിന്റെ ഇടയിൽ കൂടെയാണല്ലോ ഇതും കൂടെ പഠിക്കേണ്ടി വന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വിജ്ഞാന നിർമ്മിതി രീതിയാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ സംസ്കാരം കൾച്ചറൂടെ കൊടുക്കണമെന്നുള്ളത് കൊണ്ടാണ് ഭാഷ പഠിപ്പിക്കുക എന്നുള്ള. അപ്പൊ അതില് കോൺസെൻട്രേറ്റ് ചെയ്ത് നിന്ന് പോകാൻ പല 12ാം ക്ലാസ് കഴിഞ്ഞു പോകുന്ന മക്കളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അവർ കഴിയാതെ പോകുന്നുണ്ട്. അതിന് ആ കോഴ്സിന്റെ ഡ്യൂറേഷൻ ഒന്ന് കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ഉണ്ടാകും. ഇനി ഞാൻ എല്ലാ പ്രവാസി പ്രിയപ്പെട്ട സഹോദരങ്ങളെ അറിയുന്നതിന് വേണ്ടി 2 കാര്യം പറയാം. നമ്മളെ കുഞ്ഞുങ്ങളെ നിർബന്ധമായും മലയാള ഭാഷ
ഭാഷ പഠിപ്പിക്കണം. അതിന് കാരണം കേരളത്തിൽ PSC പരീക്ഷ എഴുതാൻ കഴിയില്ല. മലയാളം 10ാം ക്ലാസ് വരെ പഠിക്കാത്ത ഒരു കുട്ടിക്കും കേരളത്തിൽ വന്നിട്ട് സിവിൽ സർവീസ് ഉണ്ട്. ഇപ്പം കേരളത്തിൽ IAS തുല്യമാണ് KAS, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്. അതായത് സിവിൽ സർവന്റുകളെ നമ്മൾ IAS കാരുടെ പോസ്റ്റുകളിലേക്ക് നമ്മൾ കേരളത്തിൽ നിന്ന് തന്നെ സിവിൽ സർവീസ് ഉണ്ടാക്കിയിട്ട് അവരെ നിയമിച്ചുകൊണ്ടിരിക്കുകയാണ്. KAS കാരുടെ പ്രത്യേകത അവരുടെ സ്കെയിൽ ഓഫ് പേ IAS-നേക്കാൾ മുകളിലാണ്. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, ആ പരീക്ഷ ഉൾപ്പെടെയുള്ള PSC നടത്തുന്ന ഒരു പരീക്ഷയിലും നമ്മുടെ പ്രവാസ ലോകത്തെ മക്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, സംബന്ധിക്കാൻ കഴിയില്ല. കാരണം എന്താ, അവർ 10ാം ക്ലാസ് വരെ മലയാളം പഠിക്കുന്നില്ല. അത് പരിഹരിക്കാനാണ് മലയാളം മിഷന്റെ നീലക്കുറിഞ്ഞി പരീക്ഷ. അത് പാസ്സായാൽ ഇക്വാലൻസിയാണ്, ഭാഷാ തുല്യത. 10ാം ക്ലാസ് വരെ കേരളത്തിൽ പഠിച്ചതിന് തുല്യരാണ്. അവർക്ക് PSC എന്നല്ല, കേരളത്തിൽ നിന്ന് MBBS കഴിഞ്ഞ കുട്ടികൾക്ക് അവിടെ ജോലി വേണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ PSC എഴുതാൻ ഒരു കുഴപ്പമില്ല. പക്ഷെ ഈ നീലക്കുറിഞ്ഞ് അത്രയ്ക്ക് നിർബന്ധമാണ്. അപ്പൊ ചില രക്ഷാർത്ഥം പറഞ്ഞാൽ എന്റെ മക്കളെ ഞങ്ങൾ ഇനിയിപ്പം കേരളത്തിലേക്കൊന്നും അയക്കില്ല, പിന്നെ എന്തിനാണ്? അങ്ങനെയും വിചാരിക്കരുത്. കാരണം ഈ കേരള സർക്കാർ നൽകുന്ന നീലക്കുറിഞ്ഞി കോഴ്സ് കഴിഞ്ഞ സർട്ടിഫിക്കറ്റ് ഇന്റർനാഷണലി എല്ലാ പ്രധാനപ്പെട്ട സർവകലാശാലകളും എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു അഡീഷണൽ സ്കിൽ അക്വിസിഷൻ സർട്ടിഫിക്കറ്റായി അംഗീകരിച്ചിട്ടുണ്ട്. അപ്പൊ അതിന് പോയിന്റ് ഉണ്ട്. ഈ സർട്ടിഫിക്കറ്റും കൂടെ ഉള്ള ഒരു കുട്ടി ഏതെങ്കിലും ഒരു വിദേശ സർവകലാശാലയിലോ അല്ലെങ്കിൽ അവിടുത്തെ ഒരു തൊഴിലിനോ ചെന്ന് ഇന്റർവ്യൂവിൽ ഇരിക്കുമ്പോൾ അതുള്ളവനും അതില്ലാത്തവനും തമ്മിൽ കൊണ്ടുകൊടുത്തു കഴിയുമ്പോൾ ഈ അഡീഷണൽ സ്കില്ലുള്ള കുട്ടിക്ക് അതിനുള്ള പോയിന്റ് കൂടുതൽ കിട്ടും. സാർ തന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. എനിക്ക് രേണുകയിലെ ഒരു 4 വരി എങ്കിലും പാടി നമുക്ക്. രേണുക എന്ന് പറയും, പിരിയുന്നു രേണുക്കെ നാം 2 പുഴകളായി ഒഴുകിയകലുന്നു നാം പ്രണയശൂന്യം ജലമുറഞ്ഞൊരു ദീർഘശില പോലെ നീ വറ്റി വറുതിയായി ജീർണമായി മൃതമായി ഞാൻ ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്ത് നൽകണം ഓർമ്മിക്കണം എന്ന വാക്കുമാത്രം. അംശുമ്പയുടെ എപ്പിസോഡിലൂടെ പൂർണ്ണമാകുന്നു. മഹാരാഷ്ട്രയിലെ പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്ത ശനിയാഴ്ച വൈകിട്ട് 4:30 വീണ്ടും കാണാം. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് Amritveni Hair Elixir for Women. Azure Builders, building beyond blue.